ഹലോ കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കാവത്ത് പറിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി പറിക്കണം പറിക്കണം എന്ന് വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇന്നലെ കേട്ടോ അച്ഛൻ വൈകുന്നേരം പറിച്ച്. അപ്പം ശരി, ഇന്ന് രാവിലെ കുറച്ച് നമുക്കെടുത്ത് കറി വെക്കാം. ഒരു രണ്ടെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ തൽക്കാലം ഇപ്പം ഈ രണ്ടെണ്ണം നമുക്ക് കറി വെക്കാൻ മതി. രണ്ടെണ്ണം നമുക്ക് പുഴുക്കിയെടുക്കാൻ പറഞ്ഞിട്ട് വേവിച്ചതിനെക്കാട്ടി നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മളൊരു അരിമുളക് ചമ്മന്തിയും കൂടി മതി. ഞാൻ നമ്മുടെ കാവത്തിന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വലിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. അല്ല പറഞ്ഞാൽ വെന്തുടഞ്ഞു പോകും. അപ്പം ഞാൻ ഒരുവിധം നന്നായിട്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് നമ്മൾ കഴുകുമ്പോൾ തന്നെ ഒരു വഴുവഴുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്നും പോവില്ല, എന്നാലും നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൺചട്ടിയിലേക്ക് കഴുകി വാരിയിട്ട് നേരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാവത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞതിൻ്റെ ഒപ്പം വെള്ളം വെക്കണം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ എടുക്കാം. ഇതൊന്ന് ചിരകിയിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ തന്നെ വേണ്ടിട്ട് എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു മുറി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മൺചട്ടിയിൽ വെച്ചിരിക്കുന്ന കാവത്തുണ്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വേറെ ഒരു പൊടിയും ചേർക്കില്ല കേട്ടോ. വേണമെന്നുവെച്ചാൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്ലാതെ വേറെ മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൂട്ടില്ല. നമ്മൾ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ കൂട്ടുള്ളൂ. അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും, ഇത് പച്ച തേങ്ങയോടുകൂടി തന്നെ നമ്മൾ അടയ്ക്കണം കേട്ടോ. മിക്സിയിലിട്ടിട്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ല അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ ഇതുപോലെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കാവത്ത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിളയ്ക്കുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് വേവുന്ന കാവത്താണ്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് ഒന്ന് വെന്തുടഞ്ഞ ശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് തിളച്ചെടുക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും കേട്ടോ. നമ്മളിപ്പോൾ ഒത്തിരി വെള്ളത്തോട് കൂടി ഇറക്കി വെച്ചാലും ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല കുറുകി വരും കേട്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മെല്ലെ ഇറക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. കടുക് പൊട്ടിക്കുന്നത് നമ്മൾ ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടി നല്ല ചൂടായ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെച്ചാൽ ഒന്നും കൂടി ഉത്തമമാണ്. നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. സൺഫ്ലവർ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിരിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വെക്കുന്നുണ്ട്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നേരെ നമുക്ക് നമ്മുടെ കാവത്ത് കൂട്ടാനിലേക്ക് വയ്ക്കാം. ഇതിൽ 2 ചെറിയ ഉള്ളി ഇട്ട് ഇളക്കി കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കാവത്ത് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.